പത്തനംതിട്ടയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി 14 വർഷത്തിനു ശേഷം പിടിയിലായി. കടമാങ്കുഴി സ്വദേശി സിന്ധു കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവ് രാജീവാണ് പിടിയിലായത്. തിരുവല്ല KSRTC സ്റ്റാൻഡിൽ നിന്നാണ് ഇയാൾ കോയിപ്പുറം പോലീസിന്റെ പിടിയിലാകുന്നത്. 2010 നവംബർ 1 കേസിനാസ്പദമായ സംഭവം. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഭാര്യ സിന്ധുവിനെ പ്രതി രാജീവ് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തി. പ്രതിയെ പോലീസ് ഉടൻ അറസ്റ്റും ചെയ്തു. ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന ഇയാൾ പിന്നീട് ജാമ്യത്തിലിറങ്ങി. തുടർന്ന് കോടതിയിൽ ഹാജരാകാതെ മുങ്ങി. കോടതി പ്രതി രാജീവിനെതിരെ LP വാറന്റും പുറപ്പെടുവിച്ചു. പല സ്ഥലങ്ങളിലെ ഹോട്ടലുകളിലും മറ്റും ജോലി ചെയ്ത് ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഇയാൾ. കണ്ണൂർ, എറണാകുളം, ബംഗളൂരു എന്നിവിടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലായി പ്രതി രാജീവ് ഒളിവിൽ കഴിഞ്ഞു. രാജേഷ് എന്ന പേര് മാറ്റി വ്യാജ തിരിച്ചറിയൽ കാർഡും ഉണ്ടാക്കി. ബംഗളൂരിൽ പ്രതിയുണ്ടെന്നറിഞ്ഞ പോലീസ് ഇവിടേക്ക് എത്തിയിരുന്നു. പോലീസ് ഒളിസ്ഥലം മനസ്സിലാക്കി എന്നറിഞ്ഞതോടെ ഇയാൾ കണ്ണൂരിലേക്ക് കടന്നു. ഇതിനിടയിൽ കൊട്ടാരക്കരയിൽ ഒരു യുവതിയുമായി പ്രതി രാജീവ് താമസവും തുടങ്ങി. രാജേഷ് കൊട്ടാരക്കര എന്ന പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ടും സൃഷ്ടിച്ചു. സമൂഹ മാധ്യമങ്ങളിലും സജീവമായി. ബംഗളൂരിലെ ഒളിയിടം മനസ്സിലായതോടെ കഴിഞ്ഞ ഒരു വർഷമായി പോലീസിന് ഇയാളുടെ മൊബൈൽ ലൊക്കേഷൻ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൊട്ടാരക്കരയിലേക്ക് എത്തുന്നതായും വിവരം ലഭിച്ചു. ഇങ്ങനെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവല്ല KSRTC സ്റ്റാൻഡിൽ നിന്നും ഇന്ന് പുലർച്ചെ 6:30 പ്രതിയെ കോയിപ്പുറം പോലീസ് പിടികൂടിയത്. കൃത്യമായിട്ട് നമ്മൾ അവിടെ ബാംഗ്ലൂരിൽ ചെന്ന ഇൻഫർമേഷൻ കിട്ടിയെന്നത് മുതൽ ഇദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങൾ ഇയാൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ വാച്ച് ചെയ്തിരുന്നു. പയ്യന്നൂർ, അതുപോലെ കൊട്ടാരക്കര ഇയാൾ വിവാഹം കഴിച്ച വിവരങ്ങളൊക്കെ ഒരു സ്ത്രീയായിട്ട് അടുപ്പമുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു. അത് കാരണം ഇത് നമ്മൾ തുടർച്ചയായിട്ട് വാച്ച് ചെയ്തിരുന്നു. ഇയാളുടെ മൂവ്മെൻറ്റ് വാച്ച് ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് ഇന്ന് ഇയാളുടെ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് വിവരം കിട്ടി. ഷാർട്ട് ഔട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് തിരുവല്ലയിൽ വെച്ച് നമ്മൾ രാവിലെ 6:30 ഇയാളെ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി പോലീസ് നടത്തിയ നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഇയാൾ വലയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ജനം, പത്തനംതിട്ട.